കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, ഞാൻ നേരെ വീട്ടിലേക്ക് കിടക്കാൻ പോയാണ്. പക്ഷെ ഇത് പെട്ടെന്നൊരു തീരുമാനമാണ്. ഞാൻ പെട്ടെന്ന് പ്രീ പ്ലാൻ ചെയ്തു പോകുന്നൊരു യാത്രയല്ല, പെട്ടെന്ന് തലേദിവസം തീരുമാനിച്ച് പെട്ടെന്ന് പോകുന്നൊരു യാത്രയാണ്. അത് കൂടുതൽ പ്രിപ്പയർഡൊന്നും ചെയ്തിട്ടില്ല. രാവിലെ 8 മണിക്കൂറൊക്കെ നേരെ വണ്ടി എടുത്ത് ട്രിവാൻഡ്രം ടു കൊച്ചി ഏകദേശം ഒരു 210 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഇറങ്ങി നേരെ വണ്ടി എടുത്ത് പോകുന്നൊരു യാത്രയാണിത്. നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാൻ മനസ്സിലാവും. ഞാൻ പെട്ടെന്ന് പോണ വഴിക്ക് കുട്ടനാട് സൈഡൊക്കെ കണ്ടു. അങ്ങനെയാണ് ഞാൻ കുട്ടനാട് വീഡിയോ എടുത്ത് കയറിയത്. അപ്പോൾ ആ ഒരു വീഡിയോ നിന്ന് കാണുന്നത് കുട്ടനാട് സൈഡ് പോകുന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യണം. കാരണം ഈ ജീവിച്ചിട്ട് അത്രയും കാലം നമ്മൾ നല്ല എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പോൾ ഈ ഒരു യാത്ര പോയപ്പോഴാണ് കറക്റ്റായി മനസ്സിലായത്. കാരണം രണ്ട് സൈഡും നല്ല പച്ചപ്പും കാര്യങ്ങളുള്ളൊരു സ്ഥലമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു. ഞാൻ ഇങ്ങനെ കാണാൻ പറ്റുന്നൊരു പ്രതീക്ഷയില്ല. ഞാൻ കൊച്ചി വൈറ്റിൽ വരെയാണ് പോയത്. തിരിച്ചു വന്ന് ആലപ്പുഴ വരെ കയറിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. കണ്ടു. ഞാൻ പിന്നെ കൂടുതൽ നോക്കിയാൽ നേരെ വണ്ടിയെടുത്ത് ആ സൈഡിൽ നിന്ന് പോയി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാണാൻ പറ്റാത്ത പല കാഴ്ചകളും കാണാൻ പോയി. രണ്ട് സൈഡും നല്ല ഒന്നും പറയാം ഒന്നും പറയില്ല, അത്രയ്ക്ക് നല്ല അടിപൊളി മനോഹരമായിട്ടൊരു കാഴ്ചയായിരുന്നു. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ചെറിയ ചെറിയ തുരുത്തുകളിരിക്കില്ല, അവിടെ ചെറിയ ചെറിയ വീടുകളുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം രണ്ട് സൈഡ് നല്ല നെൽപ്പാടങ്ങളും നല്ല കതിരായിട്ട് കിടക്കുന്ന സ്പോട്ടായിരുന്നു. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നെൽപ്പാടങ്ങളുടെ ഇടയിൽ ശരിക്കും എന്ന് പറയുന്നത് നമ്മളെ ഈ കൊക്കുണ്ടെന്ന് പറയില്ല, നമ്മുടെ നാട്ടിൽ കൊക്കെന്നാണ് പറയുന്നത്. ഈ സംഭവം ഉണ്ടായിരുന്നു, പറവകൾ. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ട്രാക്ടർ ഞാൻ കണ്ടത്. ഞാൻ ഇതിന് മുന്നേ കണ്ടുകൊടുക്കുന്നത് അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ്. നമ്മുടെ ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഇപ്പോൾ ഇതില്ല. എന്തായാലും ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് കാണുന്നത്. അത് ഞാൻ പിന്നെ ഇറങ്ങി വന്ന് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു. എന്തൊക്കെ പറഞ്ഞാൽ ഇത് ട്രിവാൻഡ്രത്തൊക്കെ കാണാൻ പറ്റാത്ത സ്ഥലമായിരുന്നു കേട്ടോ ഇത് എക്സ്പീരിയൻസ്. സത്യം പറയാലോ, ഞാൻ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടില്ല. തമിഴ്നാട് പോയപ്പോൾ കന്യാകുമാരി പോകുന്ന സൈഡ് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. പിന്നെ ഇറങ്ങി എൻ്റെ ചെറുക്കനെ അവിടെ വെച്ചൊന്ന് ഫുള്ളൊരു കവർ ചെയ്തൊരു വീഡിയോ എടുത്തു. ആ ബൈക്കിൻ്റെ ബാക്കിലൂടെ നമ്മൾ കാണുന്നില്ലേ, ആ ചെറിയ തുരുത്ത് പോലെ ഇരിക്കുന്നു, അവിടെ എല്ലാം വീടുകളുണ്ട് കേട്ടോ. നമുക്ക് ഈ വീഡിയോയിൽ പെട്ടെന്ന് അത്ര വ്യക്തമായിട്ട് അറിയാൻ പറ്റത്തില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സ്ഥലം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ട്രാക്ടർ കണ്ടപ്പോൾ കുറച്ച് സ്റ്റില്ലെടുക്കാൻ തോന്നിയിരുന്നു. ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വണ്ടിയെടുത്ത് യാത്രയായി. എന്തായാലും സത്യം പറഞ്ഞാൽ ഞാൻ വൈകിട്ട് 5 മണി അടുപ്പിച്ചായി സ്ഥലത്തേക്ക്. ഞാൻ 8 മണിക്ക് ട്രിവാൻഡ്രത്ത് എന്നുള്ള കണക്കാണ് യാത്ര തിരിച്ചത്. എന്തായാലും ഈ സ്ഥലമെല്ലാം കയറി കണ്ടെടുത്ത് എന്നാലും കുഴപ്പമില്ല. എന്നാലും ഞാൻ മാക്സിമം കാണാൻ പറ്റുന്ന അത്രയും നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് വീഡിയോ കാണാൻ മനസ്സിലായി. ഞാൻ ഗൂഗിൾ പേപ്പർ നോക്കി നോക്കിയിട്ടില്ല, ഗൂഗിൾ പേപ്പർ ഓരോ പണി തരും. എന്നാലും മാക്സിമം കൂടെ നോക്കി പോയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു രക്ഷയില്ല കേട്ടോ. അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോഴല്ലോ നേരത്തെ കാണുമ്പോഴൊരു എക്സ്പീരിയൻസ്. ഇത് നല്ല വെയിലാണെങ്കിൽ പോലും ആ ചൂടറിയാൻ പറ്റില്ല വൈകിട്ട് സമയമായിട്ട്. കാരണം നല്ല തണുപ്പും കാര്യങ്ങളുള്ള സ്ഥലമായിരുന്നു ഗായ്സ്. പിന്നെ ഒരു കാര്യം, ഞാൻ ബാക്കിയുള്ളവർ വലിയ ബ്ലോഗറൊന്നും അല്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തു. കാരണം ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ വണ്ടി, അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വലിയ പ്രൊഫഷണലായിട്ടൊന്നും ഞാൻ വീഡിയോ എടുക്കുന്ന ആളല്ല. എനിക്ക് സൗണ്ട് അങ്ങനെ കൊടുക്കണമെന്ന് അറിയത്തില്ല. ഞാൻ കാണുന്ന കാര്യം പറയുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആരും കുറ്റം പറയരുത്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഈ വീഡിയോ കാണാൻ മനസ്സിലാവും നമുക്ക് എത്ര മനോഹരമായ സ്ഥലമാണ് ഈ ആലപ്പുഴ എന്നുള്ളത്. ഞാൻ ആലപ്പുഴയ്ക്ക് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥലമൊക്കെയാണ് ആദ്യം കണ്ടത്. ഇതിപ്പം മാപ്പ് നോക്കി വന്ന സമയത്ത് കണ്ട് അങ്ങനെ വണ്ടി റൂട്ട് തിരിച്ചതാണ്. ഇനി ഇങ്ങോട്ട് കുറേ സ്ഥലം കാണാനുണ്ടെന്ന് പറയാം ഇവിടെ ഒരു പുള്ളിയോട് ചോദിച്ചപ്പോൾ. എന്തായാലും ആ തുരുത്തൊലികളുള്ള വീട് എന്താ ലൈൻ കമ്പി പണ്ട് പോസ്റ്റ് വെച്ച് വലിക്കത്തില്ലേ, അങ്ങനെ പലതുണ്ട്. കാരണം വീട് കണ്ടോ, വീട് അസൂം ചെയ്താൽ കാണാം വീഡിയോ. വീടാണത്, എല്ലാം രണ്ടും വീടാണ്. അതിൻ്റെ നടുക്ക് കുഞ്ഞു വഴിയുണ്ട് ഇങ്ങനെ പോകാനും വരാനൊക്കെ. കാണാൻ നല്ല